നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗം കണ്ടെത്താനുള്ള ജോലികൾ ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു. 1 മീറ്ററിലധികം താഴ്ചയിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും പൊട്ടിയ ഭാഗം കണ്ടെത്താനായില്ല. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ ടോപ്പോഗ്രാഫിക് സർവേ ആരംഭിച്ചു. റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സാമൂഹികാഘാത പഠനം ഉടൻ നടത്തും. മുകുന്ദപുരം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിനെ നാഥനില്ലാതായിട്ട് 9 മാസം. അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോലിക്കയറ്റം കിട്ടിപ്പോയ ഒഴിവ് ഇതുവരെ നികത്തിയില്ല. ചൊക്കന എസ്റ്റേറ്റിൽ കാട്ടാനശല്യം രൂക്ഷം. ഹാരിസൺ എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് നേരെ കാട്ടാന ആക്രമണം. പാലപ്പള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനക്കൂട്ടം. പാലിയേക്കര ടോൾ പ്ലാസ കേസിൽ സംസ്ഥാന സർക്കാരിന്റേത് വഞ്ചനാപരമായ നിലപാടാണെന്ന് ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്. സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി കൊടുക്കാൻ തയ്യാറാകാത്തത് കരാർ കമ്പനിയുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കാരണമെന്നും ഹർജിക്കാരൻ. പഴയന്നൂർ കല്ലേപ്പാടം കെയർ ഹോമിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. അധികൃതർ അലംഭാവം കാണിക്കുന്നതായി ആരോപണം. അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി കെയർ ഹോം നിവാസികൾ. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗം കണ്ടെത്താനുള്ള ജോലികൾ ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു. കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നിട്ടും കരാർ ജോലിക്കാരുടെ മെല്ലെപ്പോക്കുമാണ് ജോലികൾ തടസ്സപ്പെടാൻ ഇടയാക്കിയത്. മഴയെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജോലികൾ നിർത്തിവെച്ചത്. റോഡും നടപ്പുരയിലേക്കുള്ള കോൺക്രീറ്റും വെട്ടിപ്പൊളിച്ച് 1 മീറ്ററിലധികം താഴ്ചയിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും പൊട്ടിയ ഭാഗം കണ്ടെത്താനായില്ല. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ജോലികൾ ബുധനാഴ്ചയും തുടരും. പമ്പിംഗ് നിർത്തിവെച്ചാണ് ജോലികൾ ചെയ്യുന്നത്. പമ്പിംഗ് ആരംഭിക്കുന്നതോടെ പടിഞ്ഞാറേ നടയിൽ കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. 3 മാസത്തോളമായിട്ടും ഇത് പരിഹരിക്കാനായിട്ടില്ല. 100 വർഷത്തോളം പഴക്കമുള്ള മൺപൈപ്പാണ് ഈ ഭാഗത്തുകൂടെ കടന്നുപോകുന്നത്. ഇത് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവാണ്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. 100 മീറ്ററോളം ദൂരത്തിൽ പടിഞ്ഞാറേ നടപ്പുരയിൽ സ്ഥാപിച്ചിട്ടുള്ള മൺപൈപ്പ് മാറ്റി പുതിയ തരം പൈപ്പ് സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാട്ടർ അതോറിറ്റിയിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതും കരാർ ജോലിക്കാരുടെ മെല്ലെപ്പോക്കുമാണ് ചോർച്ച പരിഹരിക്കുന്നതിലെ കാലതാമസത്തിന് കാരണം. 18 മാസമായി സർക്കാരിൽ നിന്ന് പണം ലഭിക്കാത്തതാണ് കരാറുകാരുടെ മെല്ലെപ്പോക്കിന് കാരണം. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ ടോപ്പോഗ്രാഫിക് സർവേ ആരംഭിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA-യുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. സംസ്ഥാന സർക്കാർ കേരയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ച മാരാത്തുകുന്ന് ഗേറ്റ് ഒഴിവാക്കുന്നതിനുള്ള മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പാലത്തിന്റെ അലൈൻമെന്റ്, ഒഴിവാക്കപ്പെടുന്ന കെട്ടിടങ്ങൾ, തോട്, മറ്റു റോഡുകൾ, ഭൂമിയുടെ കിടപ്പ് എന്നിവ പരിശോധിക്കുന്ന നടപടികളാണ് ടോപ്പോഗ്രാഫിക് സർവേയിലൂടെ കണ്ടെത്തുന്നത്. തുടർന്ന് GAD തയ്യാറാക്കി നിലവിൽ റെയിലിന് സമീപത്തുകൂടി വരാനുദ്ദേശിക്കുന്ന ബൈപ്പാസും മേൽപ്പാലവും എങ്ങനെ നിർമ്മിക്കാമെന്ന് വിശദമായി പരിശോധിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് റെയിൽവേക്ക് സമർപ്പിച്ച് അംഗീകാരം ലഭിക്കേണ്ടതായുണ്ട്. തുടർന്ന് ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി റവന്യൂ നടപടികൾ ആരംഭിക്കും. അതിനുശേഷം സാമൂഹിക ആഘാത പഠനം നടത്തും. സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി നഷ്ടപരിഹാര തുകകൾ കണക്കാക്കുകയാണ് അടുത്ത നടപടി. ഇതിനെല്ലാം 2 വർഷം വേണ്ടിവരും. ഏകദേശം 28 കോടി രൂപ നിർമ്മാണ ചെലവ് വരുമെന്നാണ് വിലയിരുത്തുന്നതെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, MR സോമനാരായണൻ, അനിൽകുമാർ, NK പ്രമോദ് കുമാർ, MJ ബിനോയ് എന്നിവരും MLA-ക്കൊപ്പം ടോപ്പോഗ്രാഫിക് സർവേ നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു. TCV വടക്കാഞ്ചേരി. മുകുന്ദപുരം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിനെ നാഥനില്ലാതായിട്ട് 9 മാസം. നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോലിക്കയറ്റം കിട്ടിപ്പോയതോടെ വന്ന ഒഴിവ് ഇതുവരെയും നികത്തിയിട്ടില്ല. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് 2024 ഒക്ടോബർ മുതൽ നാഥനില്ല. ഇതിനിടയിൽ ഒരാളെ സർക്കാർ നിയമിച്ചെങ്കിലും 1 മാസത്തിനകം അദ്ദേഹം സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. അമിത ജോലിഭാരവും വിവിധ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നതും ഇവിടേക്ക് വരുന്നതിൽ നിന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർമാരെ പിന്തിരിപ്പിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക്, ഇരിങ്ങാലക്കുട ITU ബാങ്ക് അടക്കം നിരവധി വിഷയങ്ങൾ ഇപ്പോഴും ജനമധ്യത്തിൽ സജീവമായി നിൽക്കുകയാണ്. 197 സംഘങ്ങളാണ് സഹകരണ രജിസ്ട്രാർ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. ഈ സംഘങ്ങളുടെ എല്ലാം ഭരണം നടത്തേണ്ടതിന്റെ പൂർണ്ണ ചുമതല മുകുന്ദപുരം താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർക്കാണ്. സ്ഥിരം AR ഇല്ലാതായതോടെ റിസ്ക് ഫണ്ടിന്റെയും മറ്റും അപേക്ഷകളിൽ നടപടികൾ വൈകുകയാണെന്ന ആക്ഷേപമുണ്ട്. അതിനാൽ എത്രയും വേഗം നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് സഹകരണ സംഘങ്ങളുടെ ആവശ്യം. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.
ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിൽ മാനേജറുടെ ബംഗ്ലാവിന് നേരെ കാട്ടാനയുടെ ആക്രമണം. ബംഗ്ലാവിന് പിന്നിലെ അടുക്കളയുടെ ഗ്രില്ല് തകർത്ത കാട്ടാന സാധന സാമഗ്രികൾ തുമ്പിക്കൈകൊണ്ട് വലിച്ചു പുറത്തിട്ടു. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഗ്യാസ് സിലിണ്ടർ, പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ആന പുറത്തേക്ക് വലിച്ചിട്ടു. സംഭവസമയത്ത് ബംഗ്ലാവിൽ ആളുണ്ടായിരുന്നില്ല. ഏതാനും ദിവസങ്ങളായി ചൊക്കന എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം വിഹരിക്കുന്നുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. പാലപ്പിള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനക്കൂട്ടം. പിള്ളത്തോട് പാലത്തിന് സമീപത്താണ് കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത്. കന്നാറ്റുപാടത്തെയും വേലുപ്പാടത്തെയും സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോവുകയായിരുന്ന വാഹനങ്ങളാണ് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെട്ടത്. 2 സംഘമായാണ് ആനക്കൂട്ടങ്ങൾ റോഡ് മുറിച്ചു കടന്നത്. 15ഓളം ആനകളാണ് റോഡ് മുറിച്ചു കടന്നത്. ഏറെ നേരം യാത്രക്കാരും വാഹനങ്ങളും മുന്നോട്ട് നീങ്ങാനാകാതെ നിൽക്കേണ്ടി വന്നു. 6ഓളം ആനകൾ കഴിഞ്ഞ ആഴ്ച മുതൽ മേഖലയിലുണ്ട്. തിങ്കളാഴ്ച മുതൽ പുതിയൊരു ആനക്കൂട്ടം പ്രദേശത്തെത്തി. കാട്ടാനകൾ നിരന്തരം റോഡിലിറങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും യാത്രക്കാരും ഭീതിയിലാണ്. കാട്ടാനക്കൂട്ടങ്ങളെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മലയോര സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമൻ ആവശ്യപ്പെട്ടു. 2 ടീമായിട്ട് തിരിഞ്ഞാണ് ഇന്ന് പിള്ളത്തോട് പാലം കാട്ടാനക്കൂട്ടങ്ങൾ ക്രോസ് ചെയ്തത്. ഈ സമയത്ത് സ്കൂൾ കുട്ടികൾ പോകുന്ന സമയമായിരുന്നു. ഇത് വളരെ വലിയ ഭീഷണി ഉണർത്തുകയാണ് ജനങ്ങളിൽ. അപ്പോൾ എത്രയും വേഗം ഈ വന്നെത്തിയ കാട്ടാനകളെ കാട്ടിലേക്ക് അയക്കാനുള്ള അടിയന്തര നടപടികൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികളും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഈ മേഖലയിൽ ട്രഞ്ചുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. നിരവധി നിവേദനങ്ങൾ ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ട്രഞ്ച് സ്ഥാപിക്കാൻ പോയിട്ട് നിലവിലുള്ള സോളാർ വേലികൾ പോലും മെയിൻ്റനൻസ് ചെയ്യാൻ തയ്യാറാകി നിൽക്കുന്ന അവസ്ഥയാണ്. വളരെ വലിയ ശ്രദ്ധ ഇവിടെ ഈ വിഷയത്തിൽ പതിയേണ്ടതുണ്ട്. പുഴ കടന്നാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തുന്നത്. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തിരിച്ചു പോകാനാകാതെ ഏറെ നാളായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, പുതുക്കാട്. പാലിയേക്കര ടോൾ പ്ലാസ കേസിൽ സംസ്ഥാന സർക്കാരിന്റേത് വഞ്ചനാപരമായ നിലപാടാണെന്ന് ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ആരോപിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലിയേക്കരയിൽ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന് വ്യക്തമായിരുന്നു. എന്നിട്ടും സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി കൊടുക്കാൻ തയ്യാറാകാത്തത് കരാർ കമ്പനിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കാരണമാണ്. സുപ്രീം കോടതിയിൽ താൻ കൊടുത്ത തടസ്സ ഹർജി മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. മണ്ണുത്തി മുതൽ ഇടപ്പള്ളി വരെയുള്ള ഗതാഗത കുരുക്കിനെക്കുറിച്ചും സർവീസ് റോഡുകൾ തകർന്നതിനെക്കുറിച്ചും ആധികാരികമായി സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരായ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലർമാർ ഹാജരായില്ല. ഇത് കരാർ കമ്പനിയെ സഹായിക്കുന്നതിനാണ്. സുപ്രീം കോടതി ജഡ്ജിമാരടക്കം പാലിയേക്കര റോഡിലൂടെയുള്ള യാത്രയ്ക്കിടെ വ്യക്തിപരമായി ഉണ്ടായ ദുരവസ്ഥ കോടതിയിൽ അവതരിപ്പിച്ചിട്ട് പോലും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ ഹാജരാകാതിരുന്നത് ഗുരുതര വീഴ്ചയാണ്. സംസ്ഥാന സർക്കാരും കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണ് ഈ നടപടിയെന്നും ഷാജി കോടങ്കണ്ടത്ത് കുറ്റപ്പെടുത്തി. TCV ന്യൂസ്, തൃശൂർ. പഴയന്നൂർ കല്ലേപ്പാടം കെയർ ഹോമിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിൽ അധികൃതർ അലംഭാവം കാണിക്കുന്നതായി ആരോപണം. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കെയർ ഹോം നിവാസികൾ. 2021 ഡിസംബർ മാസം 6-നായിരുന്നു കല്ലേപ്പാടം കെയർ ഹോമിന്റെ ഉദ്ഘാടനം. അന്ന് 10 ബ്ലോക്കുകളിലായി 40 വീടുകളാണ് വിവിധ കുടുംബങ്ങൾക്കായി കൈമാറിയത്. ഇപ്പോൾ ഇത് 30 കുടുംബങ്ങളായി ചുരുങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് അലംഭാവം കാണിക്കുന്നുവെന്നാണ് അന്തേവാസികളുടെ ആരോപണം. കെട്ടിടങ്ങളുടെ ചോർച്ച, ജനൽവാതിൽ എന്നിവ ചിതലരിച്ച് നാശമാകൽ, തെരുവ് വിളക്കുകളുടെ അഭാവം, ഇഴജന്തുക്കളുടെ ശല്യം, കുടിവെള്ള പ്രശ്നം തുടങ്ങിയ വിഷയങ്ങൾ കെയർ ഹോം റെസിഡൻസ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ മെയിൻ ഗേറ്റ് പൊട്ടിക്കെടുക്കാണ്, ലൈറ്റിൽ കത്തുന്നില്ല, കാനകളില്ല. അത്രയും ദുരിതത്തിലായിട്ടുള്ള അവസ്ഥയിലാണ് ഇവിടുത്തെ നിവാസികൾ ജീവിക്കുന്നത്. കിണറത്തെ വെള്ളം കോരാൻ പറ്റാത്ത അവസ്ഥയാണ്. സമീപ പ്രദേശത്ത് കംപ്ലീറ്റ് വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഒരു പരിപാടിയും ഒന്ന് കാണാനോ ഒന്ന് നോക്കാനോ ഒരു ഉത്തരവാദപ്പെട്ട അധികാരം ഇതുവരെ വന്നിട്ടില്ല. പരാതി കൊടുത്താൽ വന്ന് അന്വേഷിക്കണ്ടേ? അവിടുന്ന് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാര്യമില്ലല്ലോ. നേരിൽ വന്ന് കാണേണ്ട കാര്യം നേരിൽ വന്ന് കാണണ്ടേ? കെയർ ഹോമിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് TCV മുൻപ് വാർത്ത നൽകിയിരുന്നു. വാർത്തയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും എഞ്ചിനീയറും കെയർ ഹോമിലെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. എന്നാൽ ശാശ്വത പരിഹാരം ഇപ്പോഴും അകലെയാണ്. TCV ന്യൂസ്, ചേലക്കര. ഇടവേള. ഉറപ്പായ സമ്മാനങ്ങൾ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ. ജോസ്കോ ജ്വല്ലേഴ്സ്, ഗോൾഡ് ടവർ, പാലസ് റോഡ്, തൃശൂർ.
ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ലക്ഷ്മിക്കുട്ടി ഇതെന്നെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകളിലേക്ക് വീണ്ടും. വാഗ കാക്കാതുരുത്തിൽ 3 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി ബഗൻ ജയ്പ്രേമി എന്നിവരുടെ മകൻ ദീപേന്ദ്ര ബഗനാണ് മരിച്ചത്. പാവറട്ടി സ്വദേശിയുടെ കാക്കാതുരുത്തിലുള്ള ഫാമിൽ ജോലി ചെയ്യുകയും അവിടെ തന്നെ താമസിച്ചു വരികയുമായിരുന്നു. ഫാം ഹൗസിനോട് ചേർന്നുള്ള കുളത്തിനരികിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി കാൽവഴുതി കുളത്തിൽ വീഴുകയായിരുന്നു. അമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് കുട്ടിയെ കുളത്തിൽ നിന്നും പുറത്തെടുത്തത്. പ്രഥമ ശുശ്രൂഷ നൽകി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടുപാറയിൽ ട്രാൻസ്ഫോർമർ മാറ്റുന്നതിനിടെ KSEB കരാർ ജീവനക്കാരന് ഷോക്കേറ്റു. വടക്കാഞ്ചേരി കുടുംബ സ്വദേശി പ്രസാദിനാണ് ഷോക്കേറ്റത്. പ്രസാദിനെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാന നിർമ്മാണത്തിന് തടസ്സമായി നിന്നിരുന്ന ട്രാൻസ്ഫോർമർ മാറ്റുന്നതിനിടെയാണ് ഷോക്കേറ്റത്. വൈദ്യുതി ലൈനിൽ തൂങ്ങിക്കിടന്ന പ്രസാദിനെ റോപ്പ് ഉപയോഗിച്ചാണ് താഴെയിറക്കിയത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ജീലാനി എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന മുനയ്ക്കൽ സ്വദേശികളായ നസീർ, ഷാഫി എന്നിവരെ രക്ഷപ്പെടുത്തി. തീരദേശ പോലീസും ഫിഷറീസ് റെസ്ക്യൂ സംഘവും മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. കാട്ടുപന്നിയെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തിയ കേസിൽ 2 പേരെ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പിടികൂടി. കാഞ്ഞിരക്കോട് സ്വദേശികളായ ശിവൻ, ജയരാജൻ എന്നിവരാണ് പിടിയിലായത്. ഒളിവിൽ പോയ കാഞ്ഞിരക്കോട് മോസ്കോ നഗർ പുത്തൻപുരയ്ക്കൽ PV സജീഷിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ B അശോക് രാജിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരുടെ വീട്ടിൽ നിന്നും പന്നിയിറച്ചി പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച ഇലക്ട്രോണിക് ത്രാസും പന്നിയെ പിടികൂടാൻ ഉപയോഗിച്ച ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിയിലായ 2 പ്രതികളെയും വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അക്കിക്കാവ് കുന്നംകുളം റോഡിൽ ദുരിതയാത്ര. കുണ്ടും കുഴിയും സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും ജനങ്ങളെ വലയ്ക്കുന്നു. സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് റോഡ് പണി എഴയുന്നതാണ് ദുരിതത്തിന് കാരണം. അയ്യപ്പത്ത് റോഡ് മുതൽ പാറയമ്പാടം കുരിശുപള്ളി വരെയുള്ള ഭാഗത്താണ് റോഡ് നവീകരണം പൂർത്തിയാകാനുള്ളത്. കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര നാട്ടുകാർക്ക് ദുരിതമാകുകയാണ്. പല ഭാഗത്തും റോഡ് പണിയും സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും നടക്കുന്നതുകൊണ്ട് ഗതാഗത തടസ്സവും രൂക്ഷം. പഴയ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റി പുതിയ പൈപ്പിടുന്ന ജോലികളും നടക്കുന്നുണ്ട്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ യാത്രയുടെ സമയനഷ്ടം മാറ്റാൻ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നത് പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. റോഡ് നവീകരണം അതിവേഗം പൂർത്തിയാക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ ട്രെയിലർ ലോറി മറിഞ്ഞ് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് ലോറി ഇറക്കുന്നതിനിടെയായിരുന്നു അപകടം. സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ലോറിയിലേക്കാണ് അപകടത്തിൽപ്പെട്ട ലോറി മറിഞ്ഞത്. ദേശീയപാതയുടെയും സർവീസ് റോഡിന്റെയും ഉയര വ്യത്യാസമാണ് അപകട കാരണം. പുതുക്കാട് പലയിടത്തും ദേശീയപാതയും സർവീസ് റോഡും തമ്മിൽ ഉയര വ്യത്യാസമുണ്ട്. പലതവണ ഇക്കാര്യം നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ദേശീയപാത പെരിഞ്ഞനത്ത് ചരക്ക് ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പുറകിലിടിച്ച് അപകടം. പെരിഞ്ഞനത്തെ കടയിലേക്ക് ടൈൽസുമായി വന്ന കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. കൊച്ചിയിൽ ലോഡിറക്കിയ ശേഷം ബംഗളൂരുവിലേക്ക് മടങ്ങുകയായിരുന്നു ചരക്ക് ലോറി. ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
ചാവക്കാട് മുതുവട്ടൂരിൽ ലോറി പാടത്തേക്ക് താഴ്ന്നു. മുതുവട്ടൂർ ചെറ്റ്യാലയ്ക്കൽ ഭഗവതി ക്ഷേത്ര പരിസരത്തെ പാടത്താണ് ലോറി താഴ്ന്നത്. ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ചാവക്കാട് നഗരത്തിൽ വാഹന അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം ടോറസ് ലോറിയും സൈക്കിളും കൂട്ടിയിടിച്ച് ഗൃഹനാഥൻ മരണപ്പെട്ടിരുന്നു. കൂടാതെ നിരവധി അപകടങ്ങളും ഇവിടെയുണ്ടായി. പലർക്കും അപകടത്തിൽ ഗുരുതര പരിക്ക് സംഭവിച്ചു. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. അടിക്കടി അപകടങ്ങളുണ്ടായിട്ടും അധികാരികൾ കാര്യമായ രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ ഫിറോസ് പി തൈപ്പറമ്പിൽ പറഞ്ഞു. ചാവക്കാട് പട്ടണത്തിൽ ഇതുപോലെയുള്ള അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാവുകയാണ്. നമ്മൾ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞത് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട അതോറിറ്റി യോഗം ചേർന്ന് വിലയിരുത്തി നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അവരൊക്കെ യോഗം ചേരുക, വിലയിരുത്തുക എന്നതിനപ്പുറത്ത് ഒരു നടപടിയിലേക്കും കടന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ്. ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാവാം. അതൊക്കെ ഞങ്ങളെപ്പോലെയുള്ളവരെ ആശങ്കപ്പെടുത്തുകയാണ്. ചാവക്കാട് ചേറ്റുവ റോഡിൽ നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്താണ് അപകടം കൂടുതൽ നടക്കുന്നത്. നഗരത്തിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇതുമൂലം അപകടങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചുവെങ്കിലും പിന്നീട് ഇത് ഉപേക്ഷിച്ചു. നേരത്തെ ഗതാഗതം നിയന്ത്രിക്കാൻ ഹോംഗാർഡിനെ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ ആരും തന്നെയില്ല. അപകടത്തിൽ യുവാവ് മരണപ്പെട്ട സമയത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നിരുന്നുവെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല. TCV ന്യൂസ്, ചാവക്കാട്. ചാലക്കുടിയിൽ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റവർക്ക് പ്രഖ്യാപിച്ച ചികിത്സാ സഹായ വാഗ്ദാനം നടപ്പാക്കാത്തതിന് നഗരസഭാ ചെയർമാൻ നൽകിയ വിശദീകരണം ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ് പറഞ്ഞു. മെയ് 16-ന് ചാലക്കുടി നഗരസഭ 14-ാം വാർഡിൽ വെച്ച് തെരുവുനായയുടെ കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയവർ ധനസഹായത്തിന് നഗരസഭാ സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയിരുന്നു. നായയുടെ കടിയേറ്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയവരെ സന്ദർശിച്ച നഗരസഭാ ചെയർമാനും MLAയും ആവശ്യമായ ചികിത്സയും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ചികിത്സാ സഹായം നൽകിയില്ലെന്ന് മാത്രമല്ല, കൊടുക്കാതിരിക്കുന്നതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ ചെയർമാൻ പ്രസ്താവനയും ഇറക്കി. തെരുവുനായ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് എത്രയും വേഗം ചികിത്സാ സഹായം നൽകിയില്ലെങ്കിൽ തിരുവോണനാളിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നായകടിയേറ്റവരെ പങ്കെടുപ്പിച്ച് സമരം സംഘടിപ്പിക്കുമെന്നും CS സുരേഷ് പറഞ്ഞു. കൗൺസിലർ VJ ജോജിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂർ ജീവജ്വാല അക്കാദമിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര പിന്നണി ഗായികയും നാട്ടുകാരിയുമായ പുഷ്പവതിക്കെതിരെ ഉയർന്ന അധിക്ഷേപപരമായ പരാമർശങ്ങളിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. KV ജോസ് അധ്യക്ഷത വഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി മുഖ്യാതിഥിയായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവി കേച്ചേരി, സാംസ്കാരിക പ്രവർത്തകൻ PR മോഹനൻ എന്നിവർ സംസാരിച്ചു. കേരള ഫോക്ലോർ അവാർഡ് ജേതാവ് രാജൻ വരവൂർ തൊഴിലുണർത്ത് പാട്ടുപാടിയാണ് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ജീവജ്വാല ക്രിയേറ്റീവ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ്, അജിത് കൈലാസ്, അഖിലേഷ് തയ്യൂർ, അനുശ്രീ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസ്, എക്സൈസ് റേഞ്ച് ഓഫീസ്, അഴീക്കോട് തീരദേശ പോലീസ് എന്നിവർ സംയുക്തമായി കടലിൽ പട്രോളിംഗ് നടത്തി. കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V ബാലസുബ്രഹ്മണ്യൻ, അഴീക്കോട് കോസ്റ്റൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ C രമേശ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ MS പത്മരാജൻ, KA ജയദേവൻ, AV മോയിഷ്, AS സരസൻ തുടങ്ങിയവർ പട്രോളിംഗിൽ പങ്കെടുത്തു. മുളയം വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് സർവേ ആരംഭിച്ചു. മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേ 2 വർഷം പൂർത്തിയാകുമ്പോൾ 8 ലക്ഷം ഹെക്ടറോളം ഭൂമി പൂർണ്ണമായും അളന്നു കഴിഞ്ഞതായി മന്ത്രി അറിയിച്ചു. വലക്കാവ് സെയിന്റ് ജോസഫ് ചർച്ച് ഹാളിൽ നടന്ന ചടങ്ങിൽ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ S അൻസാദ്, അസിസ്റ്റന്റ് ഡയറക്ടർ M മണിക്കുട്ടൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിലെ ഹോർട്ടികോർപ്പ് ഹരിത സൂപ്പർമാർക്കറ്റിൽ റംബൂട്ടാൻ കച്ചവടം തകൃതി. മൂവാറ്റുപുഴയിൽ നിന്ന് സംഭരിച്ച റംബൂട്ടാൻ കിലോയ്ക്ക് 150 രൂപയ്ക്കാണ് വിൽക്കുന്നത്. മൂവാറ്റുപുഴയിലെ തോട്ടങ്ങളിൽ നിന്ന് ഹോർട്ടികോർപ്പിന്റെ തൃശൂർ ജില്ലാ സംഭരണ കേന്ദ്രം 1 ടൺ റംബൂട്ടാനാണ് എത്തിച്ചിട്ടുള്ളത്.
വിലക്കുറവിൽ മികച്ച റംബൂട്ടാൻ കിട്ടിയതോടെ ധാരാളം ആളുകൾ വാങ്ങാനെത്തുന്നുണ്ട്. ഒരു ടണ്ണോളം റംബൂട്ടാൻ തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നു. അതിന്റെ ഒരു വിഹിതം ചാലക്കുടിയിലേക്കും കിട്ടി. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ റംബൂട്ടാൻ വാങ്ങിച്ചു. വളരെ രുചിയുള്ള റംബൂട്ടാനോട് എത്തിക്കുന്നത് നമ്മുടെ സമീപ പ്രദേശത്തൊക്കെ ചില്ലറ വിൽപ്പന 150-200 രൂപയ്ക്കൊക്കെ വിൽക്കുമ്പോൾ വളരെ സബ്സിഡിയോട് തന്നെ 150 രൂപയിലാണ് ഇപ്പൊ ഇന്നിവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. പരിയാരമാണ് റംബൂട്ടാൻ കൃഷിയുടെ ഈറ്റില്ലം. മലേഷ്യൻ വിഭാഗത്തിലെ ചുവന്നു തുടുത്തതും വലിപ്പമേറിയതുമായ ഇനങ്ങളാണ് ഇവിടെ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം വലിയ കച്ചവടം നടക്കുന്നുണ്ട്. ഇതിപ്പോൾ 6 എന്നുള്ളതിൽ വലിപ്പമുള്ള ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. 150 രൂപ എന്ന് പറഞ്ഞാൽ ലാഭകരം തന്നെയാണ്. കാരണം ഇത്ര വില കുറവില്ല. ഇപ്പം 160, 170, 180 ആയിട്ട് പരിഹാരത്തിന് വീടുകളിൽ കൊടുക്കണം. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിലും പരിയാരത്ത് ഇവയുടെ വിൽപ്പനയ്ക്ക് കുറവില്ല. എങ്കിലും അവിടെ വിലയിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ തെക്കൻ ജില്ലയിൽ നിന്നെത്തിയ പുതിയ അതിഥിക്ക് ആവശ്യക്കാർ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. TCV ന്യൂസ്, ചാലക്കുടി. പാവർട്ടി കൾച്ചറൽ സെന്ററിന് സമീപം തനിച്ച് താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞിയിൽ 62 വയസ്സുള്ള മനോജാണ് മരിച്ചത്. അദ്ദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. മനോജിനെ പുറത്ത് കാണാതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ നാട്ടുകാർ പാവറട്ടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വീടിന്റെ വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. പാവറട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക പൊതുയോഗം ഒറ്റപ്പാലത്ത് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വർദ്ധിച്ചുവരുന്ന വൈദ്യുതി അപകട മരണങ്ങൾക്ക് കാരണം KSEBയുടെയും സർക്കാരിന്റെയും കെടുകാര്യസ്ഥതയാണെന്നും ഇതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വൈദ്യുതി മന്ത്രി രാജിവെക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കലാധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽകുമാർ, സംസ്ഥാന ട്രഷറർ കൃഷ്ണദാസ്, സംസ്ഥാന ഓർഗനൈസർ അനിൽകുമാർ, സംസ്ഥാന ഭാരവാഹികളായ ബാബുരാജ്, ഷിഹാബ് കോടക്കൽ, സിറാജുട്ടി, രഘുനാഥ്, അഷ്റഫ് അമ്പാടി, ദിലീപ് ഇത്തിക്ക തുടങ്ങിയവർ സംസാരിച്ചു. ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ തുറന്നു. നീരൊഴുക്ക് ശക്തമായ സാഹചര്യത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായാണ് തുറന്നത്. 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതിലൂടെ 14.08 ഘനമീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇതോടൊപ്പം സ്ലൂയിസ് വാൽവ് വഴിയും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഒന്നിച്ച് വെള്ളം തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പ്രധാന ഷട്ടറുകൾ തുറന്നത്. ചിമ്മിനി ഡാമിന്റെ പ്രധാന ജലവിതരണ മാർഗമായ കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് 5 മുതൽ 8 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കുറുമാലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 8-ന് 72.95 മീറ്ററാണ് ചിമ്മിനിയിലെ ജലനിരപ്പ്. ഇതുവരെ ഡാമിൽ സംഭരിച്ചിരിക്കുന്നത് 124.75 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ്. ഇത് ഡാമിന്റെ മൊത്തം സംഭരണ ശേഷിയുടെ 72% വരും. 76.7 മീറ്ററാണ് ചിമ്മിനിയുടെ പരമാവധി ജലനിരപ്പ്. TCV ന്യൂസ്, പുതുക്കാട്. വേലൂർ ദേവീച്ചിറ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുളത്തിൽ നിന്നെടുത്ത മണ്ണ് ലേലം ചെയ്യാൻ കരാറുണ്ടാക്കുന്ന കാര്യത്തിൽ വരവൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണം. ഇതുമൂലം പഞ്ചായത്തിന് 55 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി 4ാം വാർഡ് അംഗം എം വീരചന്ദ്രൻ തൃശൂർ വിജിലൻസിൽ പരാതി നൽകി. 2022-23 വർഷത്തെ പദ്ധതിയിലാണ് 4 ഏക്കറിലധികം വിസ്തൃതിയുള്ള ചേലൂർ ദേവീച്ചിറ ആഴംകൂട്ടി നവീകരിച്ചത്. ഇതിന്റെ ഭാഗമായി നീക്കം ചെയ്ത കളിമണ്ണും ചുവന്ന മണ്ണും 2 കരാറുകാർക്കായി 55 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലേലം ചെയ്തിരുന്നു. എന്നാൽ ചുവന്ന മണ്ണ് കൊണ്ടുപോയെങ്കിലും കളിമണ്ണ് കരാറുകാരൻ നീക്കം ചെയ്തിട്ടില്ല. അതിനാൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിലേക്ക് ലഭിക്കേണ്ട 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കരാറുകാരുമായി നിയമപ്രകാരം കരാറുണ്ടാക്കുന്നതിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വരുത്തിയ വീഴ്ചയാണ് പഞ്ചായത്തിന് ലഭിക്കേണ്ട ഭീമമായ തുക നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് എം വീരേന്ദ്രൻ ആരോപിച്ചു. ഈ കരാറുകാരനുമായി പഞ്ചായത്ത് എഗ്രിമെന്റ് നൽകിയിട്ടില്ല. ഈ കരാറുകാരൻ ഇവിടെ അത് ലേലം ചെയ്തതിനു ശേഷം വെറും 50,000 രൂപ മാത്രമാണ് പഞ്ചായത്തിന് അത് അടച്ചിട്ടുള്ളത്. അതിനുശേഷം അയാളൊരു പൈസ പോലും അടച്ചതിന് മാത്രമല്ല, അയാളെ വിളിക്കാൻ, അയാളെ ബന്ധപ്പെടാൻ, അയാൾക്ക് നിയമപരമായിട്ട് അയാളോട് നടപടി നടത്താൻ പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള എഗ്രിമെന്റ് പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടില്ല. അത് പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു കൊള്ളരുതായ്മയുടെ ഭാഗമായിട്ടാണ്. ഈ 3 വർഷക്കാലമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പലപ്പോഴും ഈ കാര്യത്തിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ ഞങ്ങൾ അതിന് നടപടി സ്വീകരിക്കുന്നതിന്റെ വക്കീൽ നോട്ടീസ് അയക്കുന്നതൊക്കെ പറയുന്നല്ലാതെ യാതൊരു ഇടപെടലും പഞ്ചായത്ത് നടത്തിയിട്ടില്ല. മണ്ണ് ലേലത്തിന്റെ തുടർ നടപടികളിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. തനത് ഫണ്ടിലേക്ക് വരേണ്ട ഭീമമായ തുക നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയതായും കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും
എം വീരചന്ദ്രൻ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TCV ന്യൂസ് എരുമപ്പെട്ടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൂളിമുട്ടം വില്ലേജ് സമ്മേളനം നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൂളിമുട്ടം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് സിനി ലിജീഷ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ VS രവീന്ദ്രൻ, മഹിളാ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി ഷീജ ബാബു, ഏരിയ പ്രസിഡന്റ് മിനി ഷാജി, ട്രഷറർ CK ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകരയിൽ ആസ്വാദകരെ ആവേശത്തിലാക്കി ഗോപുരത്തിങ്കൽ പാണ്ടിമേളം. ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മേളം അരങ്ങേറിയത്. ത്രിപുടവട്ടങ്ങളാൽ ആസ്വാദകരെ കോരിത്തെരിപ്പിച്ചുകൊണ്ടാണ് അക്ഷരകാലങ്ങൾ അഴകൊരുക്കിയ പാണ്ടിമേളം കൊട്ടിക്കയറിയത്. ചെമ്പടയുടെ ആമുഖമില്ലാതെ നേരിട്ട് പാണ്ടിമേളം കൊലുമ്പിയായിരുന്നു രൗദ്രപാണ്ടിയുടെ ആരംഭം. പൂനിലാർക്കാവ് ക്ഷേത്ര ഗോപുരത്തിനു മുന്നിൽ മറ്റൊരു മേളഗോപുരം തീർക്കുകയായിരുന്നു കലാകാരന്മാർ. തിരുവല്ല രാധാകൃഷ്ണനായിരുന്നു മേളത്തിന്റെ അമരക്കാരൻ. കീഴൂട്ട് നന്ദനന്റെ നേതൃത്വത്തിലുള്ള സംഘം കുറുങ്കുഴലിൽ സംഗീതമൊരുക്കി. കണ്ണമ്പത്തൂർ വേണുഗോപാൽ, പോറാത്തുണ്ണിമാരാർ, കൊടകര അനീഷ് തുടങ്ങിയവർ വലന്തലയിൽ താളമിട്ടു. മുതിർന്ന ഇലത്താളപ്രമാണി കുമ്മത്ത് നന്ദനൻ, കീനൂർ ഉണ്ണിക്കുട്ടൻ, അനിൽ വാര്യർ എന്നിവർ ഇലത്താള നിരയിലും നിരന്നു. പാണ്ടിമേളത്തിനു ശേഷം ത്രിപുടയും പഞ്ചാരിയുടെ 5ാം കാലവും അവതരിപ്പിച്ചാണ് തീരുകൊട്ടി മേളം കലാശിച്ചത്. മേളത്തിൽ പങ്കെടുത്ത പ്രമാണിമാരെ മേള കലാ സംഗീത സമിതി ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. TCV ന്യൂസ്, കൊടകര. മേളപ്രാമാണികൻ ചൊവ്വല്ലൂർ മോഹന വാര്യർക്ക് ഗുരുവായൂരിന്റെ സമാദരണവും വീരശൃംഖല സമർപ്പണവും 21-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സമാദരണ സദസ്സിൽ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം നിർവഹിക്കും. കോഴിക്കോട് സാമൂതിരി കേരളവർമ്മ രാജ മോഹന വാര്യർക്ക് വീരശൃംഖല ചാർത്തും. ഭാരവാഹികളായ GK പ്രകാശൻ, N പ്രഭാകരൻ നായർ, ചൊവ്വല്ലൂർ ഉണ്ണികൃഷ്ണൻ, C ചന്ദ്രശേഖര വാര്യർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിൽ നിന്ന് CPM-ൽ ചേർന്ന ഉണ്ണികൃഷ്ണനും കുടുംബത്തിനും സ്വീകരണം നൽകി. CPM മമ്മിയൂർ ബ്രാഞ്ച് ഓഫീസിൽ നടന്ന സ്വീകരണ പരിപാടി CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. MM സുമേഷ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ, TS ദാസൻ,
KC സുനിൽ, മുഹമ്മദ് റിനൂസ്, C അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. CPI മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരിമ്പൂരിൽ P. കൃഷ്ണപിള്ള ദിനാചരണം നടത്തി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷത വഹിച്ചു. AD ബെന്നി, രാകേഷ് കണിയാമ്പറമ്പിൽ, VK കൃഷ്ണൻ, NK സുബ്രഹ്മണ്യൻ, PR ജയൻ, KK മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മനക്കുടിയിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച തർക്കത്തെ തുടർന്നുണ്ടായ ആക്രമണ കേസിലെ പ്രതി അറസ്റ്റിലായി. കിഴക്കുംപുറം സ്വദേശി ചുങ്കത്തലിക്കൽ വീട്ടിൽ സച്ചിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കിഴക്കുംപുറം സ്വദേശി കാര്യാട്ടുകര വീട്ടിൽ സജിത് കുമാറിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. പുത്തൻപീടികയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യയുടെ മാതാപിതാക്കളെ ആക്രമിക്കുകയും കാർ തല്ലിത്തകർക്കുകയും ചെയ്ത യുവാവ് അറസ്റ്റിൽ. തളിക്കുളം കച്ചേരിപ്പടി സ്വദേശി കുന്നത്തുപറമ്പിൽ വീട്ടിൽ ഷക്കീറിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ തീരപ്രദേശങ്ങളായ അഞ്ചങ്ങാടി, ആൽമാവ്, അസ്മാബി കോളേജ് എന്നീ പ്രദേശങ്ങളിലെ വർഷങ്ങളായി തുടരുന്ന കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. അഞ്ചങ്ങാടിയിൽ വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ നടത്തിയ ഉപരോധ സമരം മുതിർന്ന കോൺഗ്രസ് നേതാവ് TM കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. KR അശോകൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, KR നിതീഷ് കുമാർ, PD വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സംസ്ഥാനത്തെ ഭരണാധികാരികൾക്ക് മുമ്പിൽ സർക്കാർ മാറ്റി ജനങ്ങൾക്ക് അടിയന്തര പ്രാധാന്യത്തോടെ വെള്ളം. ചാലക്കുടി പുഴയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവിട്ടത്തൂർ സ്വദേശി തച്ചുപറമ്പൻ വീട്ടിൽ 54 വയസ്സുള്ള വർഗീസാണ് മരിച്ചത്. പുഴയിലൂടെ മൃതദേഹം ഒഴുകിപ്പോകുന്ന വിവരമറിഞ്ഞ് ചാലക്കുടി അഗ്നിശമന സേനാ വിഭാഗം എത്തി കരച്ചിലായിരുന്നു. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എടക്കഴിയൂരിൽ സാധനങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേന കടയിൽ 33,000 രൂപ കവർന്നു. കോട്ടയത്ത് ഷിജിത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ള പലചരക്ക് കടയിലാണ് മോഷണം നടന്നത്. ബൈക്കിൽ എത്തിയ യുവാവ് ആദ്യം കവർ ആവശ്യപ്പെട്ട് കടയുടെ ഉള്ളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുവാൻ വെച്ചിരുന്ന പണം കവരുകയുമായിരുന്നു. ഈ സമയം കടയിലെ ജീവനക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സമീപത്തെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടത്തിയ ആളുടെ ദൃശ്യം ലഭിച്ചത്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ P. കൃഷ്ണപിള്ളയുടെയും CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം KS മുഹമ്മദിന്റെ 9ാം ചരമവാർഷിക ദിനാചരണത്തിന്റെയും ഭാഗമായി CPM SN പുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TK രമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. KS അനുസ്മരണ പ്രഭാഷണം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ആളൂർ കൊമ്പിടിയിൽ നിന്ന് കാണാതായ യുവതിയെ പോലീസ് ഒഡീഷയിൽ കണ്ടെത്തി. കൊമ്പിടിയിലെ കോൺവെന്റിൽ ജോലിക്ക് നിന്നിരുന്ന ദുസ്മിന ഗുമിതിയങ്ക എന്ന വനിതയെയാണ് ഒഡീഷയിലെ ചന്ദ്രാപൂരിൽ നിന്ന് കണ്ടെത്തിയത്. 2023 ഡിസംബർ 23 മുതൽ യുവതിയെ കാണാനില്ലെന്ന് കോൺവെന്റിലെ മദർ സുപ്പീരിയർ ആളൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് സ്ക്വാഡ് രൂപവൽക്കരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് യുവതിയെ കണ്ടെത്തിയത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,235 രൂപ, പവന് 73,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം.
ഗുരുവായൂർ ക്ഷേത്രനടയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗം കണ്ടെത്താനുള്ള ജോലികൾ ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു. 1 മീറ്ററിലധികം താഴ്ചയിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും പൊട്ടിയ ഭാഗം കണ്ടെത്താനായില്ല. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ ടോപ്പോഗ്രാഫിക് സർവേ ആരംഭിച്ചു. റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സാമൂഹികാഘാത പഠനം ഉടൻ നടത്തും. മുകുന്ദപുരം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിനെ നാഥനില്ലാതായിട്ട് 9 മാസം. അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോലിക്കയറ്റം കിട്ടിപ്പോയ ഒഴിവ് ഇതുവരെയും നികത്തിയില്ല. ചൊക്കന എസ്റ്റേറ്റിൽ കാട്ടാന ശല്യം രൂക്ഷം. ഹാരിസൺ എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് നേരെ കാട്ടാന ആക്രമണം. പാലപ്പള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനക്കൂട്ടം. പാലിയക്കര ടോൾ പ്ലാസ കേസിൽ സംസ്ഥാന സർക്കാരിന്റേത് വഞ്ചനാപരമായ നിലപാടാണെന്ന് ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്. സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി കൊടുക്കാൻ തയ്യാറാകാത്തത് കരാർ കമ്പനിയുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കാരണമെന്നും ഹർജിക്കാരൻ. പഴയന്നൂർ കല്ലേപ്പാടം കെയർ ഹോമിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. അധികൃതർ അലംഭാവം കാണിക്കുന്നതായി ആരോപണം. അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി കെയർ ഹോം നിവാസികൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.